ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ സമൂസൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സമൂസ തന്നെയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസൻ്റെ കൂട്ടൊക്കെ തന്നെയാണ് ഇതിന്. പക്ഷേ ചിക്കനോ ബീഫോ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഇവിടെ മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ് പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്, പിന്നെ ഒരു മുട്ട. അപ്പോൾ മുട്ട നമുക്ക് ആവശ്യത്തിനൊക്കെ മാറ്റം വരുത്താം. ഞാനൊരു 5-6 ഉണ്ടാക്കാനുള്ള കൂട്ടാണ് പറയണത്. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് പോലെ ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പം പരമാവധി ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇങ്ങോട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഇപ്പോൾ ഇത് ആവശ്യമായി ഇത് വഴറ്റാൻ ആവശ്യമായ ഓയിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ വേവാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ സവാളയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടകൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മുട്ട നന്നായിട്ട് മസാല പിടിക്കുന്നവരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലതായിട്ട്
ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് തണുത്തിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൈദപ്പൊടി കൊണ്ട് ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിത് ഷീറ്റ് ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. സമൂസേൻ്റെ ഷീറ്റ് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം സമൂസ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാ ഷീറ്റുകളും നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളത് സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ സമൂസ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സമൂസൻ്റെ ഒരു വശം വന്നിട്ട് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് വശം ഒരുപോലെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ എല്ലാ സമൂസകളും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സമൂസയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.